സോ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ 3000 സീക്രട്ട് ആർട്സ് ഓഫ് ദ ഹെവനെ കുറിച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. അതൊരു ടോപ്പ് ആർട്ട് കൾച്ചറാണ്. അപ്പോൾ ഇതിനെ കുറിച്ച് കൾട്ടിവേറ്റേഴ്സ് ഒക്കെ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് പഠിക്കുകയാണെങ്കിൽ തന്നെ ഒരു ഇൻവിസിബിൾ ആവാനുള്ള പവർ കിട്ടും. പക്ഷെ ചില കൾട്ടിവേറ്റേഴ്സിനൊന്നും ഇതിനെ കാണാൻ പോലും പറ്റുന്നുണ്ടാവില്ല. ഇവിടെ ഈ വേ ഓഫ് ഹെവനത്തെ എല്ലാ ആൾക്കാരും ഉണ്ട്. അത് ഓരോരുത്തരും ഓരോ പണിയിൽ ബിസി ആയിട്ട് നിൽക്കിയിരിക്കും. എന്തിനാ വെച്ചാൽ ഈ ഭൂമിനെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ശേഷം അതിൽ ഒരെണ്ണം മാസ്റ്റർ ഓഫ് സ്പിരിച്വൽ എനർജിനോട് പറയും, ഇവിടെ 2 സാധനങ്ങൾ വന്നിട്ടുണ്ട്, അതിനൊന്ന് നോക്കാൻ പറയും. അപ്പോൾ അതിൽ ഒരാൾ മാസ്റ്ററിനോട് പറയും, ഇത് പക്ക ചീത്ത എനർജിയാണ്, സോ ഇതിന്റെ ആവശ്യം നമുക്കില്ല പറയും. അപ്പോൾ ഇവരുടെ മേത്തുള്ള പാടൊക്കെ കണ്ടിട്ട് ഇത് ജിയാങ്ങിന്റെ പോലെ തന്നെയാണ് ഉള്ളതെന്ന് ഇവർ പറയും. എന്നിട്ട് ഇതിനെ പുറത്തേക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയും. അതേപോലെ തന്നെ അവിടെയുള്ള ആൾക്കാർ ചെയ്യും. ഒരുപാട് പുതിയ പുതിയ കൾട്ടിവേറ്റേഴ്സ് ഈ വേ ഓഫ് ഹെവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ചുകൂടി കൂടുതൽ ജോലി ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ ഇത് വേറെ ഒന്ന് പറയാം, നമുക്ക് ചീത്ത ആൾക്കാരൊന്നും ഇത് പഠിക്കണേന്ന് തടയണമെന്ന് അറിയും. അതിന്റെ ശേഷം ഒരു ചങ്ങായിയല്ലേ ആ വേ ഓഫ് ഹെവന്റെ സ്റ്റെപ്പുമ്പോൾ കൂടെ നടന്നു വന്നുകൊണ്ടിരിക്കും. അതായത് അയാൾ അത് പഠിച്ചുകൊണ്ടിരിക്കും. അത് ഇയാൾ തപസ് ഇരുന്നിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് അയാളാണ് ആ തപസ്സിൽ പറയുന്നുണ്ടാവും, ഞാൻ ശരിക്കും പറഞ്ഞാൽ ട്രൂ ഇയർ ആണ്, സോ എനിക്ക് ഇൻഫിനിറ്റി സോർഡ് ഫാക്ഷൻ പഠിപ്പിച്ചായി പറയും. അതിന്റെ ഈ സാധനങ്ങൾ പറയും, ഇവരുടെ പേരാണ് ഷെന്യ. അതുപോലെ തന്നെ ഇവര് ഇൻഫിനിറ്റി സോർഡ് ഫാഷനിലെ നമ്പർ 2 ഹിയർ ആണ്. മാത്രമല്ല ഇത് എൻ്റെ 6151 പ്രാവശ്യമാണ് ഇവൻ ഈ കയറി വരുന്നത് പറയുമ്പോൾ ഇയാൾ പറയും, അപ്പോൾ ഭയങ്കര പവർഫുൾ ആയിരിക്കുമല്ലോ, പിന്നെന്താ ഇങ്ങോട്ട് കയറ്റാത്തത് ചോദിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു എൽഫ് പറയും, ഓൻ്റെ മാസ്റ്ററിനെ ഡിസ്റെസ്പെക്ട് ചെയ്തു പറയും. അപ്പോൾ ഇത്തെ റെഡ് എൽഫ് പറയും, അങ്ങനെയാണെങ്കിൽ ഓനെങ്കിൽ ഒരിക്കലും നമുക്ക് അച്ചീവ് ചെയ്യാൻ സമ്മതിക്കരുത് പറയും. കാരണം എനിക്ക് ഇത് വേ ഓഫ് ഹെവനെ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു അർഹതയില്ല പറയും. ശേഷം പിന്നെ ഓല പവർ യൂസ് ചെയ്തിട്ട് ഇവനെ പിന്നെയും താഴ്ത്തിക്കിടും. അങ്ങനെ ഇവനാണെങ്കിൽ കണ്ണ് തുറക്കും. ഇവനൊരു ഇതിലായിരുന്നല്ലോ, ഇവൻ കണ്ണ് തുറന്നു പറഞ്ഞേ ഞാൻ കൊല്ലാൻ പോവാണ് ബ്രദർ എന്ന് പറയും. ഇപ്പൊ എനിക്ക് അതിനുള്ള പവർ ഉണ്ട്, ഞാൻ അതിനു വേണ്ടിയൊക്കെ അത് ഏകദേശം പഠിച്ചു കഴിഞ്ഞു പറയും. മാത്രമല്ല ഇതിൻ്റെ അടുത്ത് കുറെ സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ സീന് പറഞ്ഞിട്ടാണത് ആ ഓർഗനൈസേഷൻ ആണ്. അതിൽ ഒരാളാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലിരിക്കും. കാരണം എന്താ വെച്ചാൽ ഓല കൂട്ടത്തിലുള്ള 2 ആൾക്കാരായിരിക്കും ഇപ്പോൾ മരിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് അയാൾ പറയും, ഒരുപാടായി, ഇനി ഇത് മതി, എനിക്കെന്താ തോന്നുന്നു, ഞങ്ങൾക്കൊന്നും അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോന്നും ഇങ്ങനെ വന്ന് ചൂടാവും. അപ്പോൾ അവിടെ റെഡ് ഹെയർ ഉള്ള ഒരാൾ പറയും, ഫാക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര വിയേർഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അവിടെ കുറെ ആൾക്കാരുണ്ട്, കുറെ ഓർഗനൈസേഷൻ പോലെ പിന്നിലുണ്ട്, സോ നമുക്ക് പോലെ തകർക്കാനും പറ്റൂല അറിയും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അറിയിക്ക് തോന്നുന്നു നമ്മുടെ മാസ്റ്റർ നമ്മൾ ടെസ്റ്റ് ചെയ്യാന്ന്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പ്രീ മോട്ടൽ ടെസ്റ്റിന്റെ പീക്കിലാണ്, സോ നമുക്ക് മേ ബി ഒരു ജയിക്കാനുള്ള ചാൻസ് ഉണ്ട് അറിയാം. സോ മാസ്റ്റർ വരുന്നതിന് മുമ്പ് ഓരോ നമുക്ക് ജയിച്ചേ പറ്റുള്ളൂ പറയും. അപ്പോൾ ഇതാ റെഡ് ഹെയർ ഉള്ള ആൾ പറയും, മാസ്റ്ററിന് ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ഉണ്ട്, അതിൻ്റെ കോഡ് നെയിം പറയുന്നത് 0 എന്നാണ്. പക്ഷെ ആർക്കും അറിയില്ല അയാളിപ്പോൾ എവിടെയെന്നുള്ള കാര്യം. സോ ഓരോരിക്കും നമ്മളെക്കാട്ടും ബെസ്റ്റ് പറയുമ്പോൾ മറ്റാൾ പറയും, നമ്മളൊക്കെ കുറവൊന്നുമില്ല, നമ്മൾ എലൈറ്റ് മെമ്പേഴ്സ് ആണ് ഈ ഓർഗനൈസേഷൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ഓരോന്ന് പറയും. മാത്രമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അയാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല അറിയും. അപ്പോൾ ഇയാൾ പറയും, ഞാൻ ഒരു ന്യൂസ് കേട്ടു, നാളെ അവിടെ ചാരിറ്റി സെയിൽ നടക്കുന്നുണ്ട് അറിയും. അപ്പോൾ ഇയാൾ പറയും, സോ എൻ്റെ സോഡ് യൂസ് ചെയ്യണ്ടോ ചോദിക്കും. അപ്പോൾ റെഡ് ഹെയർ പറയും, ശരിയാണ്, നിങ്ങൾ പറഞ്ഞ 100% ട്രൂ ആണ് പറയും. എൻ്റെ ഫിയേഴ്സ് ഫ്ലെയിം ഡിവൈൻ സ്വേർഡ് എനർജി ആരെങ്കിലും ഇത് തട്ടാണെങ്കിൽ ആൾ പിന്നെ ജീവിച്ചിരിക്കൂല പറയും. അപ്പോൾ ഇതൊരു നിങ്ങൾ റെഡ് കൾട്ടിവേറ്ററിനെ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ലേ വയ്ക്കും. പിന്നെ സീൻ പറഞ്ഞിട്ട് എലൈറ്റ് ക്ലാസ് ആണ് എടുക്കുന്നത്, അതായത് നമ്മളെ വാങ്ങിൻ്റെ ക്ലാസ്. അപ്പോൾ മിസ്സൈൽ നാളെ നടക്കുമ്പോൾ ചാരിറ്റി ഫെസ്റ്റിനെ കുറിച്ചായിരിക്കും പറയുന്നുണ്ടാവുക. അത് ചെന്നീനും സിന്നിനെയൊക്കെ അതിൻ്റെ ഏൽപ്പിക്കണുണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് എടുക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഉണ്ടെങ്കിൽ നമ്മൾ പൂവർ ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കും. മാത്രമല്ല ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു പ്രൈസ് ഞങ്ങൾ തരുന്നതായിരിക്കും. മാത്രമല്ല ഇതിൽ ഏറ്റവും കൂടുതൽ, അതായത് ഈ ഫംഗ്ഷനിൽ സാധനം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന ആർക്കാണോ അവർക്ക് പ്രത്യേകമായിട്ട് ഒരു പ്രൈസ് കിട്ടുന്നതായിരിക്കും ടീച്ചർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ സിങ്ക് വാങ്ങിനോട് ചോദിക്കും, മാസ്റ്റർ നാളെ എന്താ വെക്കാൻ പോകുന്നില്ല, നിങ്ങൾ പ്ലാൻ ചെയ്തു ചോദിക്കുമ്പോൾ വാങ്ങ് പറയും, ഇല്ല ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, നല്ല എന്തെങ്കിലും കിട്ടിയാൽ മതിയെന്നു എന്ന് പറയും. എന്നിട്ട് പിന്നെയാണ് ഓർഗനൈസേഷൻ്റെ ചങ്ങായി ആണെങ്കിൽ ഒരു പില്ലും കൂടി കഴിച്ചിട്ട് പറയും, എൻ്റെ പേര് ചെൻ നങ് ചൊങ് എന്നാണ്, ഇത് മാത്രമല്ല എൻ്റെ 6753 അറ്റംപ്റ്റ് ആണ് ആ ലാഡർ കയറുന്നതെന്ന് പറയും. ശേഷം സീനായിട്ട് ചെയ്തിട്ട് കാണുന്നത് നമ്മൾ വാങ്ങിനായിരിക്കും. വാങ്ങാനിൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടുമെന്നുള്ള മാർക്ക് ഇങ്ങനെ തരഞ്ഞോണ്ടിരിക്കും നാളത്തെ സെയിലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരു സാധനം കാണുമ്പോൾ ഫ്രോഗ് അറിയാം, എനിക്ക് അറിയണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ വാങ്ങി വെക്കുകി വരുന്നുണ്ട് എൻ്റെ കൂടെ വയ്ക്കും. എനിക്ക് കാണുന്നുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത് പറയും. അങ്ങനെ അവന് ഉള്ളിൽ കയറി പോകുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവാതെ വേ ഓഫ് ഹെവൻ്റെ ലൈബ്രറി ആയിരിക്കും അതിൻ്റെ അവിടെ ഉണ്ടാവുക. അപ്പോൾ സിങ്ക് പറഞ്ഞു കൊടുക്കും, ഇത് വേ ഓഫ് ഹെവൻ്റെ ലൈബ്രറി ആണെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ ഫ്രോഗ് പറയും, അവന് ശരിക്കും ലക്കിയാണ്, അതുപോലെ തന്നെ ഭയങ്കര പവർഫുൾ ആണ്. കാരണം എന്താ വെച്ചാൽ ഒരു നോർമൽ കൾട്ടിവേറ്ററിന് ഒരിക്കലും ഇത് കാണാൻ പോലും പറ്റില്ല അറിയും. മാത്രമല്ല അവൻ ആ വേ ഓഫ് ഹെവൻ്റെ ലൈബ്രറി ഉണ്ട് ഭയങ്കരമായിട്ട് അന്തവിടും. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ എക്സിറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നും അവിടുന്ന് മനസ്സിലാവില്ല. ശേഷം ഓനാണെങ്കിൽ അവൻ്റെ ക്രിസ്പി നൂഡിൽസ് കൊടുത്തിട്ട് പറയും, ഇതിന് പകരമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു സാധനം താഴെ പറയും. അപ്പോൾ ഫ്രോഗി ആണെങ്കിൽ വിചാരിക്കും ഇവനക്ക് വേ ഓഫ് ഹെവനായിട്ടുള്ള കണക്ഷൻ നല്ലതല്ല എന്ന് തോന്നുന്നു പറയും. അതങ്ങനെ കേട്ടപ്പോൾ അവിടെയുള്ള എല്ലാ വേ ഓഫ് ഹെവൻ്റെ മെയിൻ ആയിട്ടുള്ള ലീഡേഴ്സും അവിടെ വന്നിട്ട് ഓനെ മുട്ടുകുത്തി നിൽക്കും. എന്നിട്ട് പറയും, സോറി ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല നിങ്ങൾ വരുന്ന കാര്യം എന്നൊക്കെ പറയുമ്പോൾ
അവിടുത്തെ കുറച്ച് പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ അൽഫോളൊക്കെ പറയും ഇതാരാ പുതിയ ചങ്ങായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് മാത്രമല്ല ഇയാൾ മാത്രമല്ലല്ലോ വൈറ്റ് ഈസ്റ്റിലാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഫ്രോഗിയാൾ ആകെ എന്തുമുട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഈ വേ ഓഫ് ഹെവനാണ് ഇത്രക്ക് മുട്ടുത്തിയിട്ടൊക്കെ നിൽക്കണം എന്നുള്ള രീതിക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവരാണെങ്കിൽ ഒരു സാധനത്തിന് മുന്നിലെത്തി. അപ്പോൾ ഇവനാണെങ്കിൽ പറയാം അതായത് ഫ്രോഗിയാൾ പറയും ഈ ക്രിസ്പി നൂഡിൽസിന് പകരമായിട്ട് എന്ത് സാധനം അവിടെ നിന്ന് കിട്ടാൻ സിൻകാൾ പറയും എനിക്കത് ജസ്റ്റ് ഒരു സ്നാക്ക് ആയിരിക്കും, പക്ഷേ ഇവനക്ക് പറയുന്നത് അതുകൊണ്ട് നിധിയാണ് പറയും. അപ്പോൾ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു വേ ഓഫ് ഹെവൻ ആണെങ്കിൽ പറയും ഇത് പട്ടുനൂൽപ്പുഴാണ്, ഇത് സ്വർണ്ണത്തിൻ്റെയാണ്, ഇത് വെച്ചിട്ടുണ്ടാക്കിയ എന്ത് സാധനമാണെങ്കിലും ഇന്റേണൽ ഇഞ്ചറീസിനൊക്കെ അടിപൊളിയായിരിക്കും, മാത്രമല്ല ഇത് വെച്ചിട്ട് ക്ലോത്ത് ഉണ്ടാക്കാനും ഭയങ്കര നനത്തതായിരിക്കും എന്നൊക്കെ പറയും. അപ്പോൾ വേഗം നല്ലത് വേണ്ട അറിയാം. അപ്പോൾ ഇയാളാണെങ്കിൽ വേറൊരു സാധനം കാണിച്ചു കൊടുക്കും, ഒരു സോപ്പ്, അതാണെങ്കിൽ ഭയങ്കര അടിപൊളി സോപ്പാണ്, മറ്റേ സോപ്പാണെന്നൊക്കെ പറയും. പക്ഷെ അവനക്ക് വേണ്ട പറയുമ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ പോലെ അത് ഒഴിവാക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതാ വലിച്ചെറിഞ്ഞപ്പോൾ അത് ആ സ്റ്റെപ്പ് കൂടെ ഇറങ്ങി പോകുമ്പോൾ അതിൻ്റെ ആ ഒഴുക്കൊണ്ട് മറ്റാൾ പിന്നെയും തെറിച്ചു പോയിട്ടുണ്ടാവും. അതിൻ്റെ വെച്ചിട്ട് ഗോൾഡൻ പില്ലായിരിക്കും കാണിക്കുക. അത് കഴിച്ച പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് അവരുടെ സ്പിരിറ്റ് ചലഞ്ച് കൂടും. അപ്പോൾ ഇവനാണെങ്കിൽ പറയും എനിക്ക് ഓർഡിനറി ആയിട്ട് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സാധനം വേണ്ടത് പറയും. അത് കേട്ടപ്പോൾ ആ പർഫിൾ എൽഫാണെങ്കിൽ ഓരോ സാധനങ്ങളായിട്ട് വാങ്ലിങ്ങിന് കാണിച്ചു കൊടുത്തോണ്ടേ ഇരിക്കും. പക്ഷേ അവനക്ക് ഒന്നും പറ്റുണ്ടാവില്ല. അങ്ങനെയാണ് മറ്റേ ചങ്ങായി ആ കോണി കയറിയിട്ട് അവിടെ എത്താറായിട്ടുണ്ടാവും. അയാൾ 6999 ചലഞ്ച് ആയിരിക്കും. മാത്രമല്ല ഇവിടെ ആണെങ്കിൽ ഇവരെല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ടെങ്കിൽ ബിസിയിലായിരിക്കും, ഓർക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല. മാത്രമല്ല ഫ്രോഗിയാണെങ്കിൽ ഭയങ്കര അന്തം വിട്ടിട്ടുണ്ടാവും. ഇത്ര സാധനങ്ങളോ ഒരു ക്രിസ്പി നൂഡിൽസിന് വേണ്ടിയിട്ട് വിചാരിച്ചവൻ ആകെ അന്തം വിട്ടിട്ടുണ്ടാവും. അത് ഇത് ഓരോ സാധനങ്ങളും ഓരോ ഇമ്മോർട്ടൽസിനും ഭയങ്കര പ്രിയപ്പെട്ട സാധനക്കാരും എന്നൊക്കെ വിചാരിച്ചോ അങ്ങനെ ആലോചിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ ഒരാളാണെങ്കിൽ പറയും ക്രിസ്പി നൂഡിൽസ് പറയുന്നത് നമ്മുടെ മാസ്റ്ററിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയി വരുമ്പോൾ അതൊരു വലിയ സ്റ്റോറിയാണ് കേട്ടോ. അതിന് സ്റ്റോറി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ സ്റ്റോറി എന്താ വെച്ചാൽ വാങ്ങിന് 3 വയസ്സായിരുന്നപ്പോൾ ഈ റെഡ് എൽഫ് ആണെങ്കിൽ ഓന് മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അങ്ങനെ വാങ് വരച്ചിരുന്ന ഒരു പെയിന്റിംഗ് ഇത് തൊട്ടപ്പോൾ അതിൻ്റെ പവർ മനസ്സിലാവും. അതായത് അത് ഭയങ്കര പവർഫുൾ ആയിരിക്കും. അപ്പോൾ ഈ വാങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് ഈ സാധനത്തിന് വെച്ചിട്ട് നീ ഒരു ഡീൽ ചെയ്യാൻ താല്പര്യം ഉണ്ട് പറഞ്ഞിട്ട് ഇതിന് പകരമായിട്ട് ഈ എൽഫ് കൊടുക്കുന്നുണ്ടാവുക ഒരു ക്രിസ്പി നൂഡിൽസിൻ്റെ പാക്കറ്റ് എടുക്കും. അപ്പോൾ വാങ് നല്ല സമ്മതിക്കും ചെയ്യും. അപ്പോൾ ഈ റെഡ് എൽഫ് ആയിരിക്കും ശരിക്കും വൈറ്റ് ലിസ്റ്റിക്ക് അപ്പോൾ വാങ്ങിനെ ഇട്ടിട്ടുണ്ടാവുക. അങ്ങനെ അന്ന് ഈ റെഡ് എൽഫ് കൊടുത്തതിൻ്റെ ശേഷം ആയിരിക്കും ആദ്യമായിട്ട് നമ്മൾ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് നമ്മൾ വാങ്ങി കഴിക്കുന്നുണ്ടാവുക. അതിൻ്റെ ശേഷം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ചെയ്യും. അപ്പോൾ അവിടുത്തെ വേറെ എൽഫ് ആണെങ്കിൽ നമ്മൾ ഈ റെഡ് എൽഫിനെ അടിച്ചിട്ട് പറയും ഇതൊക്കെ എൻ്റെ തെറ്റാണ് പറഞ്ഞിട്ട് പിന്നെ വല്ല ടോപ്പിക് അവിടുന്ന് വിടും. പിന്നെ അതിൻ്റെ ശേഷം വാങ്ങാലേക്ക് ഈ സാധനം മതി പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഇവർ അവിടുന്ന് ശ്രദ്ധ വിട്ടുകൊണ്ട് തന്നെ മറ്റേ ചങ്ങായിക്ക് വേ ഓഫ് ഹെവന് കിട്ടുകയാണ്. എന്നിട്ടും പറയും ബ്രദർ ഞാൻ ഈ വേ ഓഫ് ഹെവനെ അച്ചീവ് ചെയ്തിരുന്നു, ഇനി എനിക്ക് എൻ്റെ അടുത്തേക്ക് ഒന്ന് എത്തിയാലും കൂടി മതി പറഞ്ഞിട്ടാണ് ഈ എപ്പിസോഡ്. എന്നെ ഇഷ്ടപ്പെട്ടാലേക്ക് താങ്ക് യു.